മൂന്നാം LDF സർക്കാരിന് വോട്ട് നൽകണമെന്ന് KPCC സെക്രട്ടറി ആയിരുന്ന DV വിനോദ് കൃഷ്ണ ഫേസ്ബുക്കിലൂടെയാണ് അഭ്യർത്ഥന നടത്തിയത്. അതിനുശേഷം വിനോദ് കൃഷ്ണ കോൺഗ്രസ് വിട്ടു. പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചു. വിവരങ്ങളുമായപ്പോൾ നിർഭൻ ചക്രവർത്തി ചേരുന്നു. നിർഭൻ ചക്രവർത്തി, കോൺഗ്രസിന് UDFന് വലിയ തിരിച്ചടി. മാത്രമല്ല LDF പിണറായി വിജയൻ സർക്കാർ തുടരണം എന്ന ആവശ്യം കോൺഗ്രസ് നേതാവ് തന്നെ ഉന്നയിക്കുന്നു. അജിംഷാദ് മുൻ KPCC സെക്രട്ടറിയാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഏറ്റവും സുപരിചിതനായിട്ടുള്ള നേതാവാണ് അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണ. അദ്ദേഹമാണ് ഇപ്പോൾ രാജിക്കത്ത് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾക്ക് രാജിക്കത്ത് സമർപ്പിച്ചിട്ടുള്ളത്. സമർപ്പിച്ച ശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ വിശദമായി രാജിക്കത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പകർപ്പും ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് വളരെ ഗുരുതരമായ വിമർശനം AICC നേതൃത്വത്തിനും കേരളത്തിലെ KPCC ലീഡർഷിപ്പിനുമെതിരെ അദ്ദേഹം ഉന്നയിക്കുന്നത്. അതിൽ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമായി അദ്ദേഹം പറയുന്നത് കോൺഗ്രസിന്റെ മതേതര കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി, മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന കാര്യം വിനോദ് കൃഷ്ണ മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം തന്നെ തലമുറ മാറ്റം കോൺഗ്രസിൽ ഉണ്ടാകുന്നില്ല. എപ്പോഴും 50 വയസ്സിന് താഴെയുള്ളവരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും മറ്റ് പദവികളിലും പരിഗണിക്കുന്നില്ല എന്ന കാര്യം. മറ്റൊന്ന്, കോൺഗ്രസിനകത്തുള്ള അഴിമതിയാണ്. വിവിധ ഫണ്ടുകൾക്ക് വേണ്ടി പിരിച്ചെടുക്കുന്ന തുക മുഴുവൻ വകമാറ്റുന്നു. ഗുരുതരമായ കൃത്യവിലോപമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. K കരുണാകരനായിട്ടുള്ള കേരളത്തിന്റെ കോൺഗ്രസിന്റെ ആദരണീയ ലീഡറായിട്ടുള്ള K കരുണാകരന്റെ വേണ്ടി തീരുമാനിച്ച സ്മാരകം അത് പണിപൂർത്തിയായില്ല. അതിനുവേണ്ടി പലതവണ പണം പിരിച്ചു. ഇതോടൊപ്പം തന്നെ 137, 138 ചലഞ്ചിന് വേണ്ടി കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എവിടെയെന്നറിയില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പിരിച്ചെടുത്ത തുക മുഴുവൻ വകമാറ്റുന്നു. അവർക്ക് വീട് വെച്ച് നൽകുന്നില്ല. ഇതിനിടയിൽ KPCC പ്രഖ്യാപിച്ച 1000 വീടുകൾ, ഒരു വീട് പോലും KPCC വച്ച് നൽകിയില്ല. അവസാനം ഈ 4 KPCC അധ്യക്ഷന്മാർ മാറി മാറി വന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ ചെയ്തതല്ലാതെ ഒന്നും പാലിച്ചിട്ടില്ല. 1000 വീടുകളുടെ കാര്യത്തിൽ ഒരു വീട് പോലും വച്ച് നൽകിയില്ല എന്ന് മാത്രമല്ല, വിവിധ ചാരിറ്റി സംഘടനകൾ നൽകിയ വീടുകൾ KPCCയുടെ വീടാക്കി ചിത്രീകരിച്ച് മാധ്യമങ്ങളോട് പറയുകയായിരുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മതേതരത്വം നിലനിർത്താൻ, വികസനം തുടരാൻ, മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി LDF സർക്കാർ തുടരുന്നതിന് വേണ്ടി താൻ വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് വിനോദ് കൃഷ്ണ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖവരയായി ഈ രാജിക്കത്ത് പറയുന്നത്. അതെ, ഈ DV വിനോദ് കൃഷ്ണ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി 3.0 സർക്കാർ വരുന്നതിനായി നാളെ എനിക്ക് വോട്ട് ചെയ്യണം. അതിനാൽ KPCC സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും രാജിവെക്കുന്നു. ഇത് പറഞ്ഞാണ് DV കൃഷ്ണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അല്ലേ? തീർച്ചയായും മുഖവരയായി അദ്ദേഹത്തിന്റെ രാജിക്കത്തിനൊപ്പം ആദ്യം എഴുതി ചേർത്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ അജിംഷാദ് വായിച്ചത്. അതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, പിണറായി 3.0 സർക്കാർ വരുന്നതിനായി നാളെ എനിക്ക് വോട്ട് ചെയ്യണം. അതിനാൽ KPCC സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ പദവികൾ, പാർട്ടി പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും താൻ രാജിവെക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറയുന്നത്. ഒപ്പം തന്നെ പോസ്റ്റിനൊപ്പം അദ്ദേഹം ചേർത്തിട്ടുള്ള രാജിക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. വിവിധ ഫൗണ്ടേഷനുകൾക്ക് വേണ്ടിയും വീട് വയ്ക്കുന്നതിന് വേണ്ടിയും ഒക്കെ തന്നെ പിരിച്ചെടുത്ത പണം ഇവിടെ പോയി. ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് KPCCയിൽ നടക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിന് മതേതര കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നു. തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല. ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുന്നവരെ മാത്രം പരിഗണിക്കുന്നു. വ്യക്തിപരമായി ഒരു നേതാവ് തളർന്നു പോയാൽ പോലും തിരിഞ്ഞു നോക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. അതുകൊണ്ട് ഇനി പാർട്ടിയിൽ തുടരുന്നതിൽ അർത്ഥമില്ല എന്നതാണ്. ഇത് തന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല, കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്വം വഹിച്ചിട്ടുള്ള സാധാരണ പ്രവർത്തകരുടെ ഒക്കെ തന്നെ വികാരമാണ് എന്ന തീർച്ചയായും. കാരണം നുസൂർ അത് കൈരളി ന്യൂസിനോട് അല്പം മുമ്പ് നേരത്തെയും ഇന്നും ഒക്കെ പങ്കുവച്ച കാര്യങ്ങൾ, അതുപോലെ KR റസാഖ് അടക്കമുള്ളവർ, KR ഖാദർ അടക്കമുള്ളവർ മുമ്പ് മൈനോറിറ്റി വിഭാഗത്തിൽ അവരുടെ പ്രവർത്തിച്ചിരുന്ന, ഇപ്പോഴിതാ KPCC സെക്രട്ടറി തന്നെ. കാരണം തനിക്ക് പിണറായി വിജയൻ സർക്കാർ തുടരാനായി വോട്ട് ചെയ്യണം എന്ന് പരസ്യമായ ആഹ്വാനം ചെയ്താണ് KPCC സെക്രട്ടറി DV വിനോദ് കൃഷ്ണ രാജിവെക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. മാത്രമല്ല, ഇപ്പോൾ നിർഭൻ സൂചിപ്പിച്ചതുപോലെ ആ കത്തിൽ കോൺഗ്രസ് ഈ വയനാട് ഫണ്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നേരത്തെയും കരുണാകരൻ്റെ സ്മാരകം പണിയുന്നതിലടക്കം ഇങ്ങനെ പണം പിരിച്ച് മുങ്ങുന്നൊരു രീതി നിരവധിയായി തുടരുന്ന ശൈലിയാണ് കോൺഗ്രസിനുള്ളിലുള്ളത്. അതിൽ കൂടിയുള്ള പ്രതിഷേധമാണ് വിനോദ് കൃഷ്ണയ്ക്ക്, അല്ലേ നിർഭൻ?
തീർച്ചയായും അജിംഷാദ് KPCC പണികഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ പ്രളയകാലത്ത് പ്രഖ്യാപിച്ച 1000 വീടുകൾ അത് എം ഹസനാണ് പ്രഖ്യാപിക്കുന്നത്. 1000 വീട് അവസാനം 500 വീടായി ചുരുങ്ങുന്നു. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ വരുന്നു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവസാനം 500 പണിയാൻ കഴിയുന്നില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 300 വീടുകളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചു. ആ 300 വീടുകൾ അന്ന് തന്നെ MLA-മാർ നടത്തിയ MLA-മാരുടെ സ്വകാര്യ ഈ പറഞ്ഞ ചാരിറ്റി വർക്കിന്റെ ഭാഗമായി വിവിധ സംഘടനകളിൽ നിന്ന് സ്വരൂപിച്ച പണം ഉൾപ്പെടെയുള്ള വീടുകളെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ കൈരളി ന്യൂസ് അത് വാർത്ത കൊടുത്തിരുന്നതാണ്. എത്ര വീട് KPCC നേരിട്ട് പണിഞ്ഞു എന്ന ചോദ്യത്തിന് അന്നത്തെ KPCC അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടിയില്ലായിരുന്നു. ഇത് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് വിനോദ് കൃഷ്ണ. അദ്ദേഹം പറയുന്നത് 1000 വീടല്ല, പ്രഖ്യാപിച്ചത് 1000 വീടാണ്. ഒരു വീട് പോലും KPCC പണികഴിപ്പിച്ച് നൽകിയിട്ടില്ല എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും MM ഹസന്റെയും കാലത്ത് KPCC-യിൽ ആസ്ഥാനത്ത് നിർണായകമായ ചുമതലകൾ വഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. അന്നത്തെ കോൺഗ്രസിന്റെ പവർ ഗ്രൂപ്പിനൊപ്പം തലസ്ഥാനത്തുണ്ടായിരുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ 1000 വീടുള്ള വാഗ്ദാനം പാളിയതും, രണ്ടാമത് MM ഹസൻ അത് 500 വീടായി ചുരുക്കുന്നതും, രണ്ടാമത് അത് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പ്രത്യേകിച്ച് കൈരളി ന്യൂസ് അത് വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ചോദിക്കുകയും അദ്ദേഹത്തിന് അവസാനം വ്യക്തമായ മറുപടി പറയാൻ കഴിയാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുക എന്ന രീതിയടക്കം ഉണ്ടായിരുന്നു. അതടക്കം ഈ സ്ഥിരീകരിക്കുന്നതാണ് ഇപ്പോൾ വിനോദ് കൃഷ്ണയുടെ അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. 1000 വീട്, ഇപ്പോൾ പ്രഖ്യാപിച്ച 100 വീട്, 137 ചലഞ്ച്, 138 ചലഞ്ച്, ഒപ്പം തന്നെ K കരുണാകരന്റെ ഫൗണ്ടേഷന്റെ നിർമ്മാണം, സ്മാരക നിർമ്മാണം, ഇതിലൊക്കെ പിരിച്ച പണം എവിടെ പോയി എന്നറിയില്ല. കെടുകാര്യസ്ഥതയും ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള ഗുരുതരമായ അഴിമതിയുമാണ് കോൺഗ്രസിൽ നിലനിൽക്കുന്നത്. തലമുറ മാറ്റം ഉണ്ടാകുന്നില്ല, മതേതരത്വ നിലപാട് കോൺഗ്രസ് നഷ്ടപ്പെട്ടു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിനോദ് കൃഷ്ണ എന്ന KPCC സെക്രട്ടറി തന്നെ രാജിവെക്കുകയും ആ സന്തോഷത്തോടു കൂടി പിണറായി 3.0 സർക്കാർ വരുന്നതിനായി നാളെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് ഫേസ്ബുക്കിൽ തന്നെ അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുകയും ചെയ്യുന്നത്. അജിംഷാദ്, അതാണ് അതായത് ഈ ഒന്ന് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തരമായ വളരെ സംഘർഷങ്ങൾ, പൊട്ടിത്തെറികൾ നമുക്കറിയാം. K സുധാകരൻ അങ്ങനെ വടക്ക് നിന്ന് തുടങ്ങുന്നതാണ്. തെക്ക് നിന്നും നിരവധി ഘടകങ്ങളുണ്ട്. ഇപ്പോൾ അത് സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ പുനർജനി, വീടുകൾ, വയനാട് ദുരിതാശ്വാസ ഫണ്ട് വെട്ടിക്കുന്നത്, ഇതടക്കം നിരവധി കാര്യങ്ങളിലുള്ള കെടുകാര്യസ്ഥത, അനാസ്ഥ, പക്ഷപാതിത്വം, ഇങ്ങനെ അഴിമതി, ഇതൊക്കെ പ്രതിപക്ഷത്തിരുന്നും ചെയ്യുന്ന ഈ കൂട്ടത്തോട് തനിക്ക് യോജിക്കാനാകില്ല എന്നൊരു ഖദർദാരിയായ മനുഷ്യന് തോന്നിയാൽ അദ്ദേഹം ആ പാർട്ടി വിടും. അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നുസൂറിൻ്റെ തന്നെ കാര്യം നിർഭനോട് പറയുകയും അത് കൈരളി ന്യൂസ് പുറത്തുവിടുകയും ഒക്കെ ചെയ്തതാണ്. ഈ ഡീലിൻ്റെ അടക്കം കാര്യം ആദ്യം നുസൂറാണ് ബോധ്യമായത് പറയുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും തിന്മയുടെ ശക്തിയായി കോൺഗ്രസ് മാറുകയാണ്. ഇതിനെതിരെയുള്ള പ്രതിഷേധം അതിനുള്ളിൽ തന്നെയുള്ള നല്ല ആൾക്കാർ നടത്തുകയാണ്. അതാണ് കാണാനാകുന്നത്. തീർച്ചയായും അജിംഷാദ്, NS നുസൂർ ആകട്ടെ, ഒപ്പം തന്നെ വിനോദ് കൃഷ്ണ ആകട്ടെ, ഇത്തരത്തിൽ സമാന ചിന്താധിക്കാരായിട്ടുള്ള ഒരു വിഭാഗം നേതാക്കളെല്ലാം കോൺഗ്രസിനകത്ത് അതിർത്തമായി ആഭ്യന്തരമായി തങ്ങളുടെ വിമർശനം ഉന്നയിച്ച നേതാക്കളാണ്. പക്ഷേ ഇക്കാര്യത്തിലൊന്നും ഒരു തരത്തിലുള്ള പരിഹാരം ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് വേറൊരു ദിശയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോകുന്നു എന്ന നിലപാട് ഉറച്ച് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരൊക്കെ തന്നെ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. അവർ പാർട്ടി വിടുക മാത്രമല്ല, കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ശക്തമായ വിമർശനം, അവരുടെയൊക്കെ തന്നെ പരസ്യമായ വിമർശനം കൂടി പുറത്തു വരുന്നു എന്നതാണ്. രാജിക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ നടക്കുന്ന, സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള മൂല്യച്യുതിയും ഒപ്പം തന്നെ അഴിമതിയും ഒക്കെ വസ്തുതാപരമായി വിവിധ കണക്കുകളടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് NS നുസൂർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. NS നുസൂർ ഇപ്പോൾ DGPക്ക് പരാതി നൽകി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പരാതിയിൽ വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് നടത്തിയ വാഗ്ദാനം പാലിക്കാതെ പണം മാറ്റിയെ സംബന്ധിച്ച് പരാതിയുമായി തന്നെ രംഗത്ത് വരുന്നു. അതിന്റെ തുടർച്ചയായി തന്നെയാണ് വിനോദ് കൃഷ്ണയുടെ ഈ രാജിയും കൂട്ടി വായിക്കേണ്ടത്. ശരി, നിർമ്മൽ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി വിജയൻ സർക്കാർ തുടരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായിക്ക് വോട്ട് ചെയ്യാൻ ഇതാ KPCC സെക്രട്ടറി സ്ഥാനം, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് KPCC സെക്രട്ടറി വിനോദ് കൃഷ്ണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഇതിൻ്റെ വിവരങ്ങളാണ് നിർഭൻ നൽകിയത്.